ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ PSC പള്ളിക്കോട് മെസ്സിയാർ ടെസ്റ്റിലെ 8ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ 5ാം ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റ് പാഠമാണ്. ഇതോടെ 5ാം ക്ലാസ് കഴിഞ്ഞു. സയൻസിലെ 5ാം ക്ലാസ് കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് 7ാം ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ 5ാം ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റ് പാഠമാണ്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ജന്തുജാലങ്ങൾ. കുഴിയാനനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആൻഡ് ലയൺ ലെൻസ് വിങ് എന്ന ഒരു ഇനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് കുഴിയാന. ഫണലിൻ്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കി ഉറുമ്പ് പോലുള്ള ചെറു പ്രാണികളെ ഭക്ഷിച്ചാണ് കുഴിയാന ജീവിക്കുന്നത്. ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷിൽ ആൻഡ് ലിയോൺ എന്ന് കുഴിയാനകൾക്ക് പേര്. ലാർവ മൺതരികളും നേർത്ത നൂലുപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി പ്യൂപ്പയായി മാറുന്നു. പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് റാണി ഉണ്ടാക്കുന്നത്. ഇവിടെ പിക്ചർ ഉണ്ട്. മുട്ട, അത് കഴിഞ്ഞിട്ട് ആൻഡ് ലയൺ ലേസ് വിങ്, പ്യൂപ്പ, പിന്നെ ലാർവ എന്ന് വെച്ചാൽ കുഴിയാന ഉണ്ടാകുന്നത്. പിന്നെ ചില പ്രാണികളുടെ മുട്ട വിരിഞ്ഞാണ് പുഴു ഉണ്ടാകുന്നത്. മുട്ട വിരിഞ്ഞ് പുഴുവായി മാറുന്ന ജീവികളാണ് പഴയീച്ച, ചിത്രശലഭം, പുൽച്ചാടി. അടുത്തത് മാമ്പഴത്തിനുള്ളിലെ പുഴു. മാമ്പഴത്തിൻ്റെ വളർച്ചയ്ക്കു ആദ്യഘട്ടത്തിൽ പഴയീച്ചകൾ മാങ്ങയുടെ പുറം തോടിൽ സൂചി പോലുള്ള അവയവം കൊണ്ട് കുത്തി മുട്ടകൾ മാങ്ങയ്ക്കുള്ളിൽ നിക്ഷേപിക്കുന്നു. അപ്പം എന്നിട്ട് മാമ്പഴത്തിൻ്റെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു, പഴയീച്ചകൾ എന്ത് സംഭവിക്കുന്നു, മാങ്ങയുടെ പുറംതോടിൽ സൂചി പോലുള്ള അവയവം കൊണ്ട് കുത്തി മുട്ടകൾ മാങ്ങയ്ക്കുള്ളിൽ നിക്ഷേപിക്കുന്നു. അങ്ങനെയാണ് ഉള്ളിൽ പുഴു എന്നത് കാരണം ഇതാണ്. മാങ്ങ പാകമാകുന്നതോടെ മുട്ടകൾ വിരിഞ്ഞ് അവയുടെ ലാർവകൾ മാംസങ്ങളായ ഭാഗം ഭക്ഷിച്ച് വളരുന്നു. ഇതാണ് മാമ്പഴം മുറിക്കുമ്പോൾ കാണുന്ന പുഴുക്കൾ. ഓക്കെ, അപ്പം എങ്ങനെയാണ് മാങ്ങയുടെ ഉള്ളിൽ പുഴു എന്നത് മനസ്സിലായില്ലേ? അടുത്തത് മാങ്ങയുടെ വിത്തിനുള്ളിലുണ്ടാകുന്ന പുഴുകൾക്ക് കാരണം മാങ്ങ വണ്ടുകൾ ചെറിയ മാങ്ങയുടെ തൊലിപ്പുറത്ത് മുട്ടയിടുന്നതാണ്. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവകൾ തൊലി തുരന്ന് മാങ്ങയ്ക്കുള്ളിൽ കടന്ന് വിത്തിനുള്ളിൽ പ്രവേശിക്കുന്നു. മാങ്ങ പഴുക്കുന്നതോടെ വളർച്ച പൂർത്തിയാക്കിയ വണ്ടുകൾ പുറത്തു വരുന്നു. ഇനി രൂപാന്തരണം എന്ന് വെച്ചാൽ ചില ജീവികൾ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയുടെ സാദൃശ്യം ഉണ്ടാകില്ല. അപ്പോൾ ചില ജീവികളിൽ ഇപ്പോൾ അവരുടെ മുട്ട വിരിഞ്ഞ് എന്നിട്ടുണ്ടാകുന്ന കുഞ്ഞുണ്ടേ, അപ്പോൾ അവരുടെ അമ്മയുടെ ഛായ, ആ ജീവി എങ്ങനെയാണ് ആ ഒരു ഛായ മുട്ട വിരിയുമ്പോൾ ഉണ്ടാവത്തില്ല. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാഘട്ടത്തിൽ കടന്ന് മാതൃജീവിയുടെ സാദൃശ്യത്തിൽ, അപ്പോൾ മുട്ട വിരിഞ്ഞുണ്ടാകുന്നില്ല. അപ്പം ഉദാഹരണം പറയാൻ തവള വിചാരിക്കാം. തവള മുട്ട വിരിഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പല 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 ഷേപ്പിലൂടെ പോയാണ് അവസരം തവളയാണ്. ആദ്യം ഒട്ടനോട്ടത്തിൽ കാണാൻ നമുക്ക് തവളയൊന്നും മനസ്സിലാവില്ലല്ലോ, വാൽമാക്രി പോലെയൊക്കെ ആയിട്ടാണ് അത് വരുന്നത്. അപ്പം അതാണ് ഇവിടെ പറയണത്. ഓക്കെ, പാറ്റയുടെ ജീവിതചക്രമാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ മുട്ട, നിംഫ്, പൂർണ്ണ വളർച്ചയെത്തിയ പാറ്റ കുഞ്ഞുങ്ങൾ അറിയപ്പെടുന്നത് നിംഫ് എന്നാണ്. നിംഫ് വിവിധ വളർച്ചാഘട്ടത്തിലൂടെ കടന്നുപോയി പൂർണ്ണ വളർച്ചയെത്തിയ ജീവിതം. പല പല വളർച്ചാഘട്ടത്തിലൂടെ, ഇപ്പം ഇവിടെ മുട്ട, അത് കഴിഞ്ഞിട്ട് നിംഫ്, അത് കഴിഞ്ഞിട്ട് പൂർണ്ണ വളർച്ച, അപ്പം ഇങ്ങനെ വളർച്ചാഘട്ടത്തിലൂടെ കടന്നു പോയിട്ടാണ് ഇവിടെ എത്തുന്നത്. ഓക്കെ, പൂർണ്ണ വളർച്ചയെത്തിയ ജീവിയായി മാറുന്നതിനിടെ പലതവണ നിംഫ് പുറംചട്ട പൊഴിക്കുന്നു. അപ്പോൾ ഈ പൂർണ്ണ വളർച്ചയില്ലേ, ഇവിടെ ഈ പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുൻപ് പലവട്ടം അതിൻ്റെ പുറംചട്ട കളയുന്നുണ്ട്. ഓക്കെ, ഇനി കീടങ്ങളെ തുരത്താം. പ്രാണികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ ഇലകളും മറ്റ് സസ്യഭാഗങ്ങളും ആഹാരമാക്കുന്നതിനാൽ അവ കൃഷിയെ ദോഷകരമായി ബാധിക്കുന്നു. ചെടികൾക്കിടയിൽ ചെണ്ടുമല്ലി വളർത്തിയാൽ കീടബാധ കുറയും. ചെണ്ടുമല്ലികളിൽ ഉണ്ടാകുന്ന രാസവസ്തുക്കൾ ചിലയിനം കീടങ്ങളെ അകറ്റും. പിന്നെ കാർഷിക വിളകളിൽ ദോഷം ചെയ്യുന്ന കീടങ്ങളാണ് തണ്ട് തുരപ്പൻ പുഴു, കൊമ്പൻ ചെല്ലി, പഴയീച്ച, തെങ്ങോലപ്പുഴു, ഇല ചുരുട്ടുപുഴു. സുഗന്ധവ്യഞ്ജനങ്ങളും അവയിലെ രാസവസ്തുക്കളും: ഏലം, ആൽഫ ടെർപ്പിനോൾ, കുരുമുളക്, കാപ്സൈസിൻ, ഗ്രാമ്പു, യുജേനോൾ, കറുകപ്പട്ട, സിമാൻഡിഹൈഡ്. ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ അല്പം സുഗന്ധവ്യഞ്ജനങ്ങളും ഇടാറുണ്ട്. കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഉൽപ്പാദിക്കുന്ന രാസവസ്തുക്കളാണ് സുഗന്ധവ്യഞ്ജനങ്ങളിലുള്ളത്.
പുഴുക്കൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ. ചത്ത ജീവികളെയും ഭക്ഷണാവശിഷ്ടങ്ങളെയും തിന്ന് പരിസരം വൃത്തിയാക്കുന്നു. അപ്പോൾ ചത്ത ജീവികളെയും ഭക്ഷണാവശിഷ്ടങ്ങളെയും തിന്ന് പരിസരം വൃത്തിയാക്കുന്നു. പുഴുക്കളിൽ നിന്നുണ്ടാകുന്ന പ്രാണികൾ പല പൂക്കളിലും പരാഗണം നടത്തുന്നു. പുഴുക്കളെ ആഹാരമാക്കുന്ന നിരവധി ജീവികളുമുണ്ട്. ചെറുപ്രാണികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്രാണികൾ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുന്നു? ലോകത്തിലെ പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ പുൽച്ചാടി, പുഴു, വണ്ട്, തേൻ, ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു. അപ്പം അറിയാമല്ലോ, നമ്മുടെ ഈ ചൈന പോലത്തെ രാജ്യങ്ങളിൽ ഈ സാധനങ്ങളൊക്കെ ഭക്ഷണത്തിനായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. മാംസ്യം, ജീവികൾ തുടങ്ങിയ പോഷക ഘടകങ്ങൾ എല്ലാ സ്രോതസ്സുകളും ചെറുപ്രാണിയുണ്ട്. കുറഞ്ഞ ചെലവിൽ മാംസ്യം ലഭിക്കുന്നതിനാൽ ഭക്ഷണത്തിനായി ഇവയെ ചില പ്രദേശങ്ങൾ വളർത്തുന്നു. ഇപ്പോൾ ചൈന പോലത്തെ രാജ്യങ്ങൾ എന്ന് വെച്ചാൽ ഈ ജീവികൾക്കൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര പൈസ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യന് തിന്നാനായിട്ട് രീതിയിൽ ഇത് വളർത്തുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തതാണ് ശലഭങ്ങൾ. ചില ശലഭങ്ങൾ പ്രത്യേക സസ്യങ്ങളിൽ മുട്ടയിടുന്നു. ശലഭ പുഴുക്കളുടെ ഭക്ഷണം സസ്യങ്ങളുടെ ഭാഗങ്ങളാണ്. ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും വേണം. ശലഭോദ്യാനത്തിൽ ഉൾപ്പെടുന്ന സസ്യവിഭവങ്ങളാണ് നെക്ടർ പ്ലാന്റ്സും ഹോസ്റ്റ് പ്ലാന്റ്സും. രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളാണ് നിശാശലഭങ്ങൾ. ചിത്രശലഭങ്ങളെ പോലെ നിശാശലഭങ്ങൾക്ക് വർണ്ണഭംഗി ഉണ്ടാകാറില്ല. ചില നിശാശലഭങ്ങൾക്ക് തൂവൽ പോലുള്ള സ്പർശിനികളുമുണ്ട്. അപ്പം ചിത്രശലഭത്തെ പോലെ നിശാശലഭത്തിന് വർണ്ണഭംഗിയില്ല. നിശാശലഭം എപ്പോഴാണ് കാണുന്നത്? രാത്രിയിലാണ് കാണുന്നത്. ഒരു തരം നിശാശലഭത്തിന് ലാർവയുണ്ടാകുന്ന കോക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാക്കുന്നത്. അപ്പം നിശാശലഭങ്ങൾ ലാർവയുണ്ടാക്കുന്ന കോക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാക്കുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ചിത്രശലഭങ്ങൾ ഏതൊക്കെയാണ്? മഞ്ഞ പപ്പാത്തി, വരയൻ കടുവ, കരിയില ശലഭം, നാരകശലഭം, വെള്ളില താഴി, ബുദ്ധമയൂരി, ഗരുഡ ശലഭം, വിലാസിനി, അരളി ശലഭം, എരുക്കുതപ്പി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ വെങ്കടനീലിനെ കുറിച്ച് പറയുക, ബ്ലൂ ടൈഗർ മോത്ത്. പകൽ നേരങ്ങളിൽ കാണുന്ന നീല നിറമുള്ള ശലഭമാണ് വെങ്കടനീലി. ഇവയെ ചിത്രശലഭമായി തെറ്റിദ്ധരിക്കാറുണ്ട്. പകൽ കാണുന്നതും നീലനിറവും ഒഴിച്ചാൽ ഇവയുടെ മറ്റു സവിശേഷതകൾ നിശാശലഭത്തിൻ്റെതാണ്. വെങ്കടമരത്തിൻ്റെ ഇലകളാണ് ഇവ മുട്ടയിടുന്നത്. വെങ്കടമരത്തിൻ്റെ ഇലകളിലാണ് ഇവ മുട്ടയിടുന്നത്. ചിത്രശലഭങ്ങളും നിശാശലഭങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പം ചിത്രശലഭം എന്ന് പറയുമ്പോൾ ആൻറ്റിന മെലിഞ്ഞതും മുകളിലോട്ട് വളയുന്നതുമാണ്. അതിൻ്റെ ആൻറ്റിന മെലിഞ്ഞതും മുകളിലോട്ട് വളയുന്നതുമാണ്. നിശാശലഭത്തിൻ്റെയോ തൂവൽ അല്ലെങ്കിൽ ചീപ്പ് പോലുള്ള ആകൃതിയിൽ തടിച്ച ആൻറ്റിനയാണ്. ഓക്കെ, ഇനി ചിത്രശലഭം പകൽ സജീവമാണ്. നിശാശലഭം രാത്രിയിൽ മാത്രമേ കാണപ്പെടുള്ളൂ. ചിത്രശലഭത്തിലെ ചിറകുകൾ കൂടിച്ചേർന്നാണ് ഇത് ചിറകുകൾ ഒതുക്കി കൂട്ടിച്ചേർത്താണ് ഇത് വിശ്രമിക്കുക. പക്ഷെ നിശാശലഭം ചിറകുകൾ വിടർത്തി വിശ്രമിക്കുന്നു. ചിത്രശലഭത്തിലെ സിൽക്ക് കോക്കൂൺ കാണുന്നില്ല. നിശാശലഭത്തില് പ്യൂപ്പകൾക്കായി സിൽക്ക് നൂല് കൊണ്ട് കോക്കൂൺ നിർമ്മിക്കുന്നു. ഇനി ചിത്രശലഭം നല്ല നിറമുള്ള ചിറകുകളാണ്. നിശാശലഭത്തിൽ നിറം ഇല്ലാത്ത ചില ചിറകുകളാണ്. ഇനി ചിത്രശലഭത്തിൻ്റെ ശരീരം മെലിഞ്ഞതാണ്. നിശാശലഭത്തിൻ്റെ ശരീരം തടിച്ചതും നിറയെ രോമങ്ങളും ഉള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ചെറു ജീവികളെ കുറിച്ച് പറയുകയാണെങ്കിൽ സമൂഹമായി കഴിയുന്ന ജീവികളാണ് ഉറുമ്പുകൾ. മുട്ടയിടുക, ഭക്ഷണം ശേഖരിക്കുക, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നീ ജോലികൾ ചെയ്യുന്ന വ്യത്യസ്ത വിഭാഗം ഉറുമ്പുകൾ ഒരു കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ ഒരു കൂട്ടത്തിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഉറുമ്പുകൾ എങ്ങനത്തെ ഉറുമ്പുകളാണ്? മുട്ടയിടുക, ഭക്ഷണം ശേഖരിക്കാനായിട്ട്, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നേടാനായിട്ട് ഇങ്ങനെ പല പല ജോലികൾ ചെയ്യുന്ന ഉറുമ്പുകൾ ഒരു കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. ഇനി വ്യത്യസ്ത ഇനം ഉറുമ്പുകൾ: ചോണനുറുമ്പ്, കട്ടുറുമ്പ്, പുളിയുറുമ്പ്, നെയ്യുറുമ്പ്. ഇനി പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകൾ കൂട്ടിൽ നിന്ന് ചിറകുമുളച്ച് പുറത്തു വരുന്നു. ചിറകുമുളച്ച ഉറുമ്പുകൾ മറ്റൊരു കൂട്ടിലെ ആൺ പെൺ ഉറുമ്പുകളുമായി ഇണചേരുകയും പുതിയ കൂടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. സമൂഹമായി ജീവിക്കുന്ന പ്രാണികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ചിതൽ, കടൽ, ആഫിഡുകൾ, തേനീച്ച, വെട്ടുകിളി. അപ്പോൾ ഏതൊക്കെയാണ് സമൂഹമായി ജീവിക്കുന്ന പ്രാണികൾ? ചിതൽ, കടൽ, ആംഫിഡുകൾ, തേനീച്ച, വെട്ടുകിളി. പ്രാണികളുടെ ശരീരം ചോദിക്കുകയാണെങ്കിൽ പ്രാണികളുടെ ശരീരത്തെ ശിരസ്, നെഞ്ച്, ഉടൽ എന്നീ ഭാഗങ്ങളെ തിരിച്ചു. അപ്പോൾ ഒരു പ്രാണിയുടെ ശരീരത്തിലെ ശിരസ്, നെഞ്ച്, ഉടൽ എന്നീ ഭാഗങ്ങളെ തിരിച്ചിരിക്കുന്നു. ഒരു ജോഡി സ്പർശിനികൾ, ആൻറ്റിനകൾ തലയിൽ കാണപ്പെടുന്നു. സംയുക്ത നേത്രങ്ങളാണ് പ്രാണികൾക്കുള്ളത്.
ഭക്ഷണ രീതിക്കനുസരിച്ചാണ് വദന ഭാഗങ്ങൾ ഉള്ളത്. 3 ജോഡി കാലുകൾ കൂടിച്ചേർന്നവയാണ്. 2 ജോഡി ചിറകുകളാണ് മിക്ക പ്രാണികൾക്കും ഉള്ളത്. ചില പ്രാണികൾക്ക് 1 ജോഡി ചിറകുകൾ മാത്രമാണുള്ളത്. ഉദാഹരണം ഈച്ച, കൊതുക്, പഴയീച്ച. ചിറകില്ലാത്ത പ്രാണികളുമുണ്ട്. പേൻ, മുട്ട, ഇരട്ട വാലൻ ഇവയുടെ ജീവിതചക്രത്തിൽ രൂപാന്തരം കാണപ്പെടുന്നു. അപ്പം എന്തൊക്കെയാണ് സവിശേഷതകൾ? ഇവർക്ക് സംയുക്ത നേത്രങ്ങളാണ് പ്രാണികൾക്കുള്ളത്. 3 ജോഡി കാലുകളുണ്ട്. 2 ജോഡി ചിറകുകളുള്ള പ്രാണികളുണ്ട്. ചില 1 ജോഡിയുണ്ട് ചിറകില്ലാത്ത പ്രാണികളുണ്ട്. അപ്പം ഇതൊക്കെയാണ് പ്രാണികളുടെ ശരീരത്തെക്കുറിച്ച് പറയാനുള്ളത്. മത്സ്യങ്ങൾ. മുട്ട വിരിഞ്ഞാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. മത്സ്യങ്ങൾ മുട്ടയിടുന്ന സമയമായതിനാലാണ് കേരളത്തിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശരീരത്തിനുള്ളിൽ വെച്ച് മുട്ട വിരിയുന്ന മത്സ്യങ്ങളാണ് സ്രാവ്, കടൽ കുതിര, ഗപ്പി. അപ്പോൾ സ്രാവ്, കടൽ കുതിര, ഗപ്പി ഇത് മൂന്നും ശരീരത്തിനുള്ളിൽ വെച്ചാണ് അവർ മുട്ട വിരിക്കുക. ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ പ്രജനനം നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായി കൈത്തോടുകൾ, വയലുകൾ, ചെറുതടാകങ്ങൾ, കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ് ഊത്തക്കയറ്റം. ഓക്കെ, അപ്പം എന്താണ് ഊത്തക്കയറ്റം? ജൂൺ ജൂലൈ മാസങ്ങളിൽ കാലവർഷം എത്തുന്നതോടെ പ്രജനനം നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായി കൈത്തോടുകൾ, വയലുകൾ, ചെറുതടാകങ്ങൾ, കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് പോകുന്നതാണ് ഊത്തക്കയറ്റം. ഇനി മുട്ടയിടുന്നതിനായി മത്സ്യങ്ങൾ ദേശാടനം നടത്തുന്ന സമയത്ത് അവയെ പിടിക്കുന്നത് മത്സ്യസമ്പത്ത് കുറയ്ക്കാനിടയാക്കുന്നതിനാൽ ഈ സമയത്തെ മീൻപിടുത്തം നിയമവിരുദ്ധമാണ്. കടൽ മത്സ്യം അല്ലെങ്കിൽ ഉപ്പുജല മത്സ്യം സമുദ്രജലത്തിൽ വസിക്കുന്ന മത്സ്യമാണ്. സമുദ്രജല മത്സ്യങ്ങൾക്ക് ഉദാഹരണമാണ് മത്തി, ചൂര, അയല. ഇനി ലവണാംശം 1.05. നമ്മൾ ഉപ്പിൻ്റെ അംശം, വെള്ളത്തിൽ ഉപ്പിൻ്റെ അംശമില്ലേ, ലവണാംശം ശതമാനത്തിൽ താഴെയുള്ള നദികൾ, തടാകങ്ങൾ, ഉൾനാടൻ തണ്ണീർത്തടങ്ങൾ തുടങ്ങിയ ശുദ്ധജലങ്ങളിൽ വസിക്കുന്ന മത്സ്യ ഇനങ്ങളാണ് ശുദ്ധജല മത്സ്യങ്ങൾ. ഉദാഹരണം മുഷിയൊക്കെ. മുഷിയൊന്നും കടലിൽ ഉണ്ടാവില്ല. ഇനി ഉഭയജീവികൾ എന്ന് പറയുന്നതാണെങ്കിൽ ജലത്തിലും കരയിലും ജീവിക്കുന്ന നട്ടെല്ലുള്ള ജീവികളാണ് ഉഭയജീവികൾ, ആംഫിബിയൻസ്. ഉദാഹരണം തവള, ആമ, മുതല. ഉഭയജീവികളുടെ പൊതു സവിശേഷതകൾ: ജീവിതചക്രത്തിൻ്റെ ആദ്യഘട്ടം പൂർണ്ണമായും ജലത്തിലാണ്. വളർച്ചയെത്തുമ്പോൾ കരയിലും വെള്ളത്തിലുമായി ജീവിക്കുന്നു. നട്ടെല്ലുള്ളവയാണ് ഉഭയജീവികൾ. ഇവിടെ തവളയുടെ ജീവിതചക്രം വരച്ചിട്ടുണ്ട്. തവള, മുട്ട, ഭ്രൂണം, വാൽമാക്രി, 2 കാലുള്ള വാൽമാക്രി, 4 കാലുള്ള വാൽമാക്രി, പിന്നെ തവളയ്ക്ക് തന്നെ വീണ്ടും പോകും. ഇനി സിസിലിയനുകൾ. കാലുകളില്ലാത്ത ഉഭയജീവിയാണ് സിസിലിയനുകൾ. കേരളത്തിൽ കണ്ടുവരുന്ന ഉഭയജീവി വിഭാഗമാണിത്. പ്രാദേശികമായി കുരുടികൾ എന്നറിയപ്പെടുന്നു. കണ്ണുകൾ സുതാര്യമായ തൊക്കുകൊണ്ട് മൂടിയിരിക്കുന്നു. കണ്ണുകൾക്കു നാസ്വാദ ദ്വാരത്തിനുമിടയിൽ കാണപ്പെടുന്ന ഡെന്റിക്കിൾ രാസവസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഈർപ്പമുള്ള ഇടങ്ങളിൽ മണ്ണിനടിയിൽ ജീവിക്കുന്നു. ശരീരത്തിൽ മണ്ണിരയുടെ പോലെ വളയങ്ങളുമുണ്ട്. മാംസമുക്കളാണ്. സിസിലിയങ്ങളെ പാമ്പുകളായി തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് സിസിലിയൻ. കണ്ടൊരു പാമ്പിൻ്റെ ലുക്കില്ലേ, പക്ഷെ ഇത് പാമ്പല്ല. ഓക്കെ. ഉരഗങ്ങൾ, റെപ്റ്റൈൽസ് എന്ന് വെച്ചാൽ 6000-ലധികം സ്പീഷീസുകൾ ഉള്ളിൽപ്പെട്ട ഉരഗങ്ങൾ ഭൂമിയിലുണ്ട്. ഉദാഹരണം പല്ലി, പാമ്പ്, ഓന്തക്ക്. ഉരഗങ്ങളുടെ പൊതു സവിശേഷതകൾ: മുട്ടയിട്ട് സന്താനോൽപാദനം നടത്തുന്നു. കരയിലാണ് മുട്ടയിടുന്നത്. ഇവ ശീതരക്തജീവികളാണ്. ശ്വാസകോശം ഉപയോഗിച്ച് ശ്വസിക്കുന്നു. ചർമ്മം കട്ടിയുള്ളതാണ്. പുറംതൊലി ശൽക്കങ്ങളായി മാറിയിരിക്കുന്നു. നട്ടെല്ലുള്ളവയാണ്. പാമ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ പാമ്പുകളും വിഷമില്ലാത്തതാണ്. ഉദാഹരണം ചേര, നീർക്കോലി, മലമ്പാമ്പ്, മണ്ണൂലി. ഇതിനൊന്നും വിഷമില്ല. കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്ന വിഷമുള്ള പാമ്പുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ പാമ്പ് മൂർഖൻ. വികസിപ്പിക്കാവുന്ന പത്തിയുണ്ട് ഇതിന്. പത്തിയുടെ പിൻഭാഗത്ത് പരസ്പരം ബന്ധിതമായ 2 വളയങ്ങൾ കാണപ്പെടുന്നു. കഴുത്തിന് താഴെ കുറുകയായി വീതിയുള്ള 2 വളയങ്ങളുണ്ട്. രാജവെമ്പാല പത്തിൽ തെളിഞ്ഞു കാണുന്ന അടയാളമാണ്. ആ കാണുന്ന അടയാളമാണ് കേട്ടോ. 5 മീറ്റർ വരെ നീളമുണ്ട്. ശരീരത്തിന് മുൻഭാഗത്ത് വളയങ്ങളുണ്ട്. വാലിന് നല്ല കറുപ്പാണ്. അപ്പോൾ വാലിന് നല്ല കറുപ്പുണ്ട്. ശരീരത്തിന് മുൻഭാഗത്ത് വളയങ്ങളുണ്ട്. 5 മീറ്റർ നീളമുണ്ടെങ്കിൽ അത് രാജവെമ്പാല കേട്ടോ. അടുത്തത് അണലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ത്രികോണാകൃതിയിലുള്ള വലിയ തല, ശരീരത്തിൽ ചെങ്ങല പോലെയുള്ള പുള്ളികളും ഉണ്ട്. ചേനത്തണ്ടെന്നൊക്കെ ഇത് അറിയപ്പെടും. അടുത്തത് ശങ്കുരവയരൻ എന്ന് വെച്ചാൽ വെള്ളിക്കെട്ടൻ.
ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ള വരകളുണ്ടാവും. കറുത്തിരുണ്ട നിറമുണ്ട്. ഇനി കടൽപ്പാമ്പ്, വലക്കടിയൻ. വാൽ പരന്നതും തുഴയുടെ ആകൃതിയുമാണുള്ളത്. പുറത്ത് വൃത്താകൃതിയിലുള്ള ഇരുണ്ട വളയങ്ങൾ ഉണ്ട് ഇതിന്. ഇനി അടുത്തത് പാമ്പ് കടിയേറ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന്. കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. കടിയേറ്റ ആളെ പരിഭ്രമിപ്പിക്കരുത്. സമാധാനിപ്പിച്ച് ശാന്തത പാലിക്കാൻ സഹായിക്കണം. മുറിവേറ്റ ഭാഗം വൃത്തിയാക്കണം. മുറിവിന് തൊട്ട് മുകളിലെ മുറുകെ കെട്ടണം. ഉടനെ ആശുപത്രിക്ക്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ പാമ്പ് കടിയേറ്റ് ചെയ്യേണ്ടത്. പക്ഷികൾ, അതിൻ്റെ സവിശേഷതകൾ. തൂവലുകളും ചിറകുകളും ഉണ്ട്. മുട്ടയിടുന്നു. അസ്ഥികളിൽ വായു അറകൾ കാണപ്പെടുന്നു. അസ്ഥികളിൽ വായു അറകൾ ഉള്ളതിനാൽ ന്യൂമാറ്റിക് അസ്ഥികൾ എന്നറിയപ്പെടുന്നു. കാലുകളിൽ ശൽക്കങ്ങളുണ്ട്. പറക്കാൻ കഴിയും. ഉഷ്ണരക്തമുള്ള ജീവികളാണ്. ഭക്ഷണ രീതിക്കനുസരിച്ചുള്ള കൊക്കുകളുണ്ട്. കൂടുണ്ടാക്കുന്നു. അടുത്തത് സസ്തനികൾ, മാമൽസ്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ. സസ്തനികൾക്ക് ഉദാഹരണമാണ് തിമിംഗലം, ഡോൾഫിൻ, വവ്വാൽ, മൃഗങ്ങൾ, മനുഷ്യനൊക്കെ. മുട്ടയിടുന്ന സസ്തനികൾക്ക് ഉദാഹരണമാണ് പ്ലാറ്റിസ് എക്ഡിന. ആസ്ട്രേലിയയിലാണ്. പ്രസവിക്കുന്ന പാമ്പ് അണലിയാണ്. സസ്തനികളുടെ പൊതുവായ സവിശേഷതകൾ. ചെവി കൂടെയുണ്ട്. സസ്തന ഗ്രന്ഥി, വയർപ്പ് ഗ്രന്ഥിയുണ്ട്. നാലറകളുള്ള ഹൃദയമുണ്ട്. മൃഗങ്ങളെ വളർത്തുന്ന ആവശ്യകതകൾ. മാംസത്തിന്, കൃഷി, പാലിന്, ഗതാഗതത്തിനൊക്കെയാണ് നമ്മൾ മൃഗങ്ങളെ വളർത്തുന്നത്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പേവിഷബാധ, ആന്ത്രാക്സ്, കുരങ്ങുപനി, പന്നിപ്പനിയൊക്കെ. ഇനി വംശനാശ ഭീഷണി. ഒരു പ്രത്യേക മൃഗത്തെയോ സസ്യജാലത്തെയോ വംശനാശം സംഭവിക്കുന്നത് ആ ഇനത്തിൽപ്പെട്ടവ ലോകത്ത് ഒരിടത്തും ജീവനോടെ ഇല്ലാതിരിക്കും. ഇപ്പം ഡൈനോസറിൻ്റെ ഒരു ചെറിയൊരു ഭാഗം പോലും ലോകത്ത് എവിടെയും ഇല്ല. അതുകൊണ്ട് അത് വംശനാശത്തിന് ഭീഷണി കിട്ടും. അപ്പം ആ ഒരു ഇനത്തിൽപ്പെട്ട ഒരു ചെറിയ സംഭവം പോലും ലോകത്ത് എവിടെയും ഇല്ലെങ്കിലാണ് വംശനാശ ഭീഷണി ആവത്തുള്ളൂ. ജീവികളുടെ വംശനാശത്തിന്റെ പ്രധാന കാരണങ്ങൾ. അതിശൈത്യം, ഉൽക്കാപതനം, വരൾച്ച, രോഗവ്യാപനം, അഗ്നിപർവ്വത സ്ഫോടനം, മനുഷ്യരുടെ ഇടപെടൽ മൂലമുള്ള ആവാസ വ്യവസ്ഥയുടെ നാശം. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ജീവികളാണ് കടുവ, ചിലന്തി, മണവാട്ടി തവള, ഈനാമ്പേച്ചി. വംശനാശ ഭീഷണി നേരിടുന്ന കടലാമകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വനംവകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കടലാമ സംരക്ഷണ തീരമാണ് മുതിയം കടൽ തീരം. വള്ളിക്കുന്ന്, മലപ്പുറത്താണ് കാണപ്പെടുന്നത്. മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, പക്ഷികൾ, സസ്തികൾ എന്നീ വിഭവങ്ങളിലെ ജീവികൾക്കെല്ലാം നട്ടെല്ലുണ്ട്. വെള്ളിമൂങ്ങ, ഇരുതലമൂര്, നക്ഷത്രയാമ, സർപ്പം തുടങ്ങിയ ജീവികളെ അന്ധവിശ്വാസങ്ങളുമായി ഭാഗമായി ഉപയോഗിക്കുന്നു. സാമ്പത്തിക ചൂഷണം, ജീവികളുടെ വംശനാശം തുടങ്ങിയവ അന്ധവിശ്വാസങ്ങൾ കൊണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ മിക്ക ജീവികളും വെള്ളിമൂങ്ങ, ഇരുതലമൂര്, നക്ഷത്രയാമ, സർപ്പം ഈ മോസ്റ്റ്ലി കാണുന്നത് ഹിന്ദുക്കളിലാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ അവർക്ക് ഭയങ്കര ആചാരം ഉണ്ടല്ലോ ഇതിനൊക്കെ പറ്റി. അപ്പോൾ ഇങ്ങനത്തെ ജീവികളുടെ പേരിൽ ഇങ്ങനെ ആചാരങ്ങൾ നടത്തിയോ അല്ലെങ്കിൽ അപ്പോൾ അതിന് ഭയങ്കര പൈസ, അപ്പോൾ സാമ്പത്തിക ചൂഷണം ഉണ്ടാവും, ഈ ജീവികളുടെ വംശനാശനം ഉണ്ടാവും. അപ്പോൾ ഇത്രത്തോളം നമ്മുടെ 5ാം ക്ലാസ്സിൽ 8ാമത്തെ പാഠവും കഴിഞ്ഞു, 5ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ 5ാം ക്ലാസ്സിൽ 1 തൊട്ടുള്ള 8 വരെയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒരു ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങൾ മാത്രമായിട്ട് ഒരു റിവിഷൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, റിവിഷൻ ചെയ്യാം.